ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭൂരിപക്ഷം പറയാൻ മടിക്കുന്ന ഒരു വലിയ ചരിത്ര സത്യം ചില ആളുകൾ തുറന്നു പറയും. അത് എപ്പോഴും കേൾക്കാൻ സാധിക്കില്ല. ഈ വാചാലരായ ആളുകൾ വാതോരാതെ വളവളാന്ന് വായിട്ടലയ്ക്കുന്നത് പോലെയല്ല. ചിലർ മർമ്മപ്രധാനമായിട്ടുള്ള ചില വസ്തുതകൾ പറയും. അത് എപ്പോഴുമല്ല, അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം. ഗായകനായ അഭിജിത്ത് ഭട്ടാചാര്യയുടെ ഒരു വലിയ വിവാദ പരാമർശമാണിപ്പോൾ വിവാദമാകുന്നതും വൈറലാകുന്നതും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് അഭിജിത്തിനെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത്. മഹാത്മാഗാന്ധി ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിരുന്നു, ഇന്ത്യയുടേതല്ല എന്ന അഭിജിത്തിന്റെ പോഡ്കാസ്റ്റ് ഈ വിമർശനത്തിനെതിരെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രതിഷേധമുയരുകയാണ്. മാധ്യമപ്രവർത്തകൻ ശുഭാങ്കർ മിശ്രയുടെ പോഡ്കാസ്റ്റ് ഷോയിൽ സംഗീത സംവിധായകൻ RD ബർമനെ കുറിച്ച് പറയുമ്പോഴായിരുന്നു അഭിജിത്ത് ഭട്ടാചാര്യ മഹാത്മാഗാന്ധിയെ കുറിച്ച് പരാമർശിച്ചതും അത് വിവാദമായത്. പോഡ്കാസ്റ്റ് എന്നതൊരു പ്രോഗ്രാമിന്റെ പേരാണെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ആളാണ് പഞ്ചം ദ എന്ന വിശേഷണമുള്ള RD ബർമൻ എന്ന് അഭിജിത്ത് പറഞ്ഞു. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവെങ്കിൽ സംഗീത ലോകത്തെ നമ്മുടെ രാഷ്ട്രപിതാവാണ് RD ബർമൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ നേരത്തെ നിലവിലുണ്ടായിരുന്നു, പിന്നീട് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് തെറ്റായി വിളിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് പിന്നിലെ ഉത്തരവാദി അദ്ദേഹമാണെന്നും അഭിജിത്ത് പറഞ്ഞു. മുതിർന്ന ഗായിക ആശാ ഭോസ്ലെക്കെതിരെയും അവർക്കൊപ്പം ഒരു സംഘഗാനത്തിലൂടെയാണ് RD ബർമൻ ഒരു ബംഗാളി സിനിമയിൽ അഭിജിത്ത് ഭട്ടാചാര്യയെ അവതരിപ്പിക്കുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ RD ബർമനൊപ്പം ഗായകനായി അദ്ദേഹം സ്റ്റേജ് ഷോകൾ ചെയ്തു. മിഥുൻ ചക്രവർത്തി, വിജയ് ആനന്ദ്, ആമിർ ഖാൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, സെയ്ഫ് അലി ഖാൻ, സണ്ണി ഡിയോൾ, സഞ്ജയ് ദത്ത്, ഗോവിന്ദാക്ഷി അങ്ങനെ തുടങ്ങി ഒട്ടനവധി ബോളിവുഡ് അഭിനേതാക്കൾക്കൊപ്പവും ഇദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട്. ആരെഴുതിയതാണ് എന്ന് ഓർമ്മയില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് മഹാത്മാഗാന്ധി മുസ്ലിം ആയിരുന്നു എന്ന ടൈറ്റിലിൽ ഒരു ലേഖനം വാട്സാപ്പുകളിൽ പ്രചരിച്ചത്. അതുപോലെ ഒരുപാട് ഹിന്ദി ഇംഗ്ലീഷ് കോട്ടിങ്ങുകളും കിട്ടി. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതേ അർത്ഥവും ആശയവുമാണ് അതിനൊക്കെ വരുന്നത്. മഹാത്മാഗാന്ധിയുടെ ശവകുടീരം രാംപൂരിൽ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. അവസാനം രാംപൂർ ഭരണാധികാരി മഹാത്മാഗാന്ധിയുടെ ശവകുടീരം ഭരണാധികാരി നവാബ് റാസ അലി ഖാനെ ഏൽപ്പിച്ചു. 1948 ഫെബ്രുവരി 11 പ്രത്യേക ട്രെയിനിൽ റാസ അലി ആ ചിതാഭസ്മം രാംപൂരിലേക്ക് കൊണ്ടുപോയി. ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യുന്നതിന് പകരം മുസ്ലിം രീതിയിൽ ഒരു വെള്ളിക്കുടത്തിൽ അടക്കം ചെയ്യുകയും ഒരു ശവകുടീരം ഉണ്ടാക്കുകയും 3 ദിവസത്തെ സംസ്ഥാന ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓർക്കുക, ആ സമയത്ത് രാംപൂർ നാട്ടുരാജ്യം ഇന്ത്യയുമായി ലയിച്ചിരുന്നില്ല. ഫസ്റ്റ് പാരഗ്രാഫ് ഏതാണ്ട് തീരുന്നു. യഥാർത്ഥത്തിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഒരു നിസാരി ഇസ്മായിലി മുസ്ലിം ആയിരുന്നു എന്നാണ് ആ ലേഖനത്തിലുള്ളത്. ഗാന്ധി ഒരു നിസാരി ഇസ്മായിലി മുസ്ലിമാണ് എന്ന് ഗൂഗിളിലും കിട്ടുന്നു. ഇത് വ്യാജ നെഹ്റുവും വ്യാജ ഗാന്ധി കുടുംബവും ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ മറച്ചു വെച്ചിരുന്നു എന്നും ഹിന്ദുക്കൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുമാണ് ആ ലേഖനത്തിന്റെ ഉള്ളടക്കം. ഗാന്ധി 1948 ജനുവരി 30 ജനുവരി 30-31 ഡൽഹിയിൽ യമുന നദിയിലാണ് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. സംസ്കാരം നടത്തിയെങ്കിലും ചിതാഭസ്മം നിമജ്ജനം ചെയ്തില്ലത്രേ. രാംപൂർ ഭരണാധികാരിയായ നവാബ് റാസ അലി ഖാന് കോൺഗ്രസ് ആണ് ചിതാഭസ്മം കൈമാറുന്നത്. 48 ഫെബ്രുവരി 11 ഒരു പ്രത്യേക ട്രെയിനിലാണ് റാസ അലി ചിതാഭസ്മം രാംപൂരിലേക്ക് കൊണ്ടുപോയതെന്ന്. അപ്പോ വെള്ളിക്കുടത്തിൽ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. രാംപൂർ നാട്ടുരാജ്യവും ഇതുവരെ ഇന്ത്യയുമായി ലയിച്ചിരുന്നില്ല. ആ സമയത്ത്
വർഷങ്ങൾക്ക് ശേഷം ഇത് ഗാന്ധി സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യശേഷം 1949 ജൂൺ 30 സർദാർ വല്ലഭായി പട്ടേലിന്റെ കണിശത കാരണം രാംപൂർ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുമായി ലയിച്ചു. ഗാന്ധിയുടെ യാഥാർത്ഥ്യം കോൺഗ്രസുകാർ രാജ്യത്തിന് മുന്നിൽ മറച്ചുവെച്ചു. ഡൽഹിയിലെ രാജ്ഘട്ടിൽ നിർമ്മിച്ചത് ഗാന്ധി സ്മാരകവും രാംപൂരിൽ ഉത്തർപ്രദേശിൽ നിർമ്മിച്ചത് ഗാന്ധിയുടെ ശവകുടീരവുമാണ്. ഗാന്ധി ഹിന്ദുവാണ് എന്ന് ബാപ്പുവിന്റെ ചിതാഭസ്മം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതും ഹിന്ദുക്കൾ മാത്രമായിരിക്കും. എന്നാൽ മഹാത്മാഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു നിസാരി ഇസ്മായിലി മുസ്ലിമാണ് എന്ന് കോൺഗ്രസുകാർക്കും രാംപൂരിലെ നവാബ് റാസ അലി ഖാനും അറിയാമായിരുന്നത്രേ. അതിനാൽ രാംപൂരിലെ നവാബ് റാസ അലിയും കോടതി കോൺഗ്രസുകാരും തമ്മിൽ ഡൽഹിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ബാപ്പുവിന്റെ ചിതാഭസ്മം നവാബ് റാസ അലി ഖാൻ നൽകണമെന്ന് തീരുമാനിക്കുന്നു. നവാബ് റാസ അലി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ചിതാഭസ്മം ഒരു പ്രത്യേക ട്രെയിനിൽ രാംപൂരിലേക്ക് കൊണ്ടുപോയി. ഒരു വെള്ളിക്കുടത്തിൽ ചിതാഭസ്മം നിറച്ച ശേഷം മുസ്ലിം രീതിയിൽ അടക്കം ചെയ്ത് ഗാന്ധിയുടെ ശവകുടീരം ഉണ്ടാക്കി എന്നാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് എല്ലാ ഗാന്ധിയും മുസ്ലിം സമുദായത്തെ മാത്രം പിന്തുണയ്ക്കുന്നത് എന്ന പേരിൽ പ്രൊഫസർ KS നാരായണാചാര്യ തന്റെ പുസ്തകത്തിൽ ചില സൂചനകളും നൽകിയിട്ടുണ്ട്. നെഹ്റുവും ഇന്ദിരയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഗാന്ധിജിയുടെ ജാതി വേരുകൾ അറിയുന്നവർ ചുരുക്കമാണ് എന്നും അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം ചില പോയിന്റുകൾ പറയുന്നുണ്ട്. കരംചന്ദ് ഗാന്ധിയുടെ 4ാമത്തെ ഭാര്യ പുത്ലിഭായിയുടെ മകനായിരുന്നു മോഹൻദാസ് ഗാന്ധി. പ്രണാമി വിഭാഗത്തിലുള്ള സ്ത്രീയായിരുന്നു പുത്ലിഭായി. ഈ പ്രണാമി വിഭാഗം ഹിന്ദു വേഷത്തിലുള്ള ഒരു ഇസ്ലാമിക സംഘടനയാണ്. മിസ്റ്റർ ഘോഷിന്റെ ദി ഖുർആനും കാഫിറും എന്ന പുസ്തകത്തിലും ഗാന്ധിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മോഹൻദാസ് ഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഒരു മുസ്ലിം ഭൂവുടമയുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരിക്കൽ അവൻ തന്റെ വീട്ടുടമസ്ഥന്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചോടിപ്പോയി. തുടർന്ന് മുസ്ലിം ഭൂവുടമ കരംചന്ദിന്റെ 4ാമത്തെ ഭാര്യ പുത്ലിഭായിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയാക്കി. മോഹൻദാസിന്റെ ജനന സമയത്ത് കരംചന്ദ് ഗാന്ധി 3 വർഷത്തോളം ഒളിവിലായിരുന്നു. ഗുജറാത്തി മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മുസൽമാന്റെ മകനായി ഗാന്ധിജി ജനിച്ചു വളർന്നു എന്നാണ് പറയുന്നത്. കോളേജ് വരെ, അതായത് ലണ്ടൻ ലോ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ചിലവുകളും വഹിച്ചത് മുസ്ലിം വാപ്പ അഥവാ പിതാവാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ വക്കീൽ പ്രാക്ടീസിലേക്കും അഭിഭാഷക വൃത്തിയിലേക്കും എത്തിച്ചത് മുസ്ലിമായിരുന്നു. ലണ്ടനിലെ അഞ്ചുമാൻ ഇസ്ലാമിയ സ്ഥാപനത്തിന്റെ പങ്കാളിയായിരുന്നു ഗാന്ധി. അതിനാൽ ഗാന്ധിജി എന്തുകൊണ്ടാണ് മുസ്ലിം അനുകൂലിയായത് എന്നത് ശ്രദ്ധിക്കുന്നതിൽ ഇനി അതിശയോക്തിയില്ല. ഗാന്ധിജിയുടെ അവസാന നിലപാട് ഇതായിരുന്നു: ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊന്നാലും ഹിന്ദുക്കൾ അവരോട് ദേഷ്യപ്പെടാതെ നിശബ്ദത പാലിക്കണം. മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല, നമുക്ക് വീരമൃത്യു വരിക്കാം. അതായത് അവര് കലി അടങ്ങുന്നത് വരെ കൊന്നു തീർന്നോട്ടെ എന്ന് നിങ്ങളൊന്ന് കഴുത്തവർക്ക് നീട്ടിക്കൊടുക്കാൻ, അതോടുകൂടി ഞങ്ങളിൽ കുറെ ആളുകൾ ഇല്ലാതായാലും അവരുടെ കലി അങ്ങ് അടങ്ങുമല്ലോ എന്നാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഘട്ടത്തിലും ഗാന്ധിജി ഹിന്ദുക്കളോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നില്ല. അവരോട് ഏതെങ്കിലും രൂപത്തിലുള്ള അനുകൂലമായ നിലപാട്, പിന്തുണ അറിയിച്ചിരുന്നേയില്ല. മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അദ്ദേഹം ആവർത്തിച്ച് നിലപാടുകൾ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഭഗത് സിംഗിനെയും മറ്റ് രാജ്യസ്നേഹികളെയും തൂക്കിലേറ്റിയപ്പോൾ അവരെ തൂക്കിലേറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിവേദനത്തിൽ ഒപ്പിടാൻ ഗാന്ധിജി വിസമ്മതിച്ചു. ആനി ബസന്റ് തന്നെ ഇതിനെ അപലപിച്ചു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതയാണ്. മോഹൻദാസ് ഗാന്ധിജിയുടെ നിലപാടുകൾ സ്വാമി ശ്രദ്ധാനന്ദിന്റെ കൊലപാതകിയായ അബ്ദുൾ റഷീദിനെ പ്രതിയാക്കുന്നതിൽ ചെറുത്തുനിന്നു. തുർക്കിയിലെ മുസ്ലിം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചു. അതുകൊണ്ടാണ് ഡോക്ടർ ഹെഡ്ഗേവാർ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം പോലും വേർപെടുത്തി RSS സ്ഥാപിച്ചത് തന്നെ. സർദാർ വല്ലഭായി പട്ടേലിന് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജി ഒരു കടുത്ത മുസ്ലിം ജവഹർലാൽ ഖാൻ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി. അന്നത്തെ 40 കോടി ഇന്ത്യക്കാരെ വിഡ്ഢികളാക്കി പണ്ഡിറ്റ് പട്ടം ആ മുസ്ലിമിന്റെ പേരിനൊപ്പം ചേർത്തു. അങ്ങനെ വിഡ്ഢികളായ അജ്ഞരായ ഹിന്ദുക്കളെ ഭ്രാന്തന്മാരാക്കി. വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ 55 കോടി രൂപ നൽകാനായി നിരാഹാര സമരം കിടന്നു. എപ്പോഴും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചും ഹിന്ദുക്കളെ അപമാനിച്ചും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു.
ഇന്ത്യയിൽ ഹിന്ദുക്കൾ താഴ്ന്ന നിലവാരത്തിലുള്ള പൗരന്മാരായി കണക്കാക്കപ്പെട്ടിരുന്നു. അത് ഇന്നും അതിൻ്റെ ഗാന്ധിയൻ രാഷ്ട്രീയക്കാർ പിന്തുടർന്നു പോകുന്നു എന്നതല്ലാതെ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വാദ്രയുടെയും ചില നിലപാടുകൾ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകുകയാണ്. നന്ദി.